തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വ്യാജമദ്യ ദുരന്തത്തിൽ 3 പേർ അറസ്റ്റിലായി. 5 പേർ കൂടി കസ്റ്റഡിയിൽ നിന്നാണ് സൂചന. ചീഫ് സെക്രട്ടറിയോട് ഗവർണർ RN രവി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അന്വേഷണം CBI കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് BJP കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകും. മനേഷ് മൂർത്തി കള്ളക്കുറിച്ചിയിൽ ചേരുന്നു. മനേഷ്, ഈ അറസ്റ്റിലായവർക്ക്, കസ്റ്റഡിയിലുള്ളവർക്ക് മദ്യദുരന്തവുമായുള്ള ബന്ധം എങ്ങനെയാണെന്നാണ് പറയുന്നത്? അതിൻ്റെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എങ്ങനെയാണ് മനേഷ്? അശ്മി, നമ്മളിപ്പോൾ ഉള്ളത് കള്ളാക്കുറിച്ചിയിലെ ഈ കരുണാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഞാൻ ആ ദൃശ്യങ്ങൾ കാണിക്കാം. അതായത് ഓരോ വീടുകൾക്ക് മുൻപിലും ഈ രീതിയിൽ പന്തലുകൾ കെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഓരോ വീടുകളിലും മൃതദേഹമുള്ള ഒരവസ്ഥയാണ് നിലവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 15-ലധികം മൃതദേഹങ്ങൾ ഈ സമാനമായ രീതിയിൽ ഓരോ വീടുകൾക്ക് മുൻപിലും ഇങ്ങനെ ഉണ്ട്. ഈ കരുണാപുരം എന്ന് പറയുന്നത് കള്ളാക്കുറിച്ചി നഗരത്തോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. ധാരാളം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഈ രീതിയിലുള്ള ഒരു ദുരന്തം എന്തായാലും നടന്നിരിക്കുന്നത്. സത്യത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ഗ്രാമം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതി, ആ ഒരു രീതിയിലാണ്. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി ഇവിടെ എത്തിയിട്ടുണ്ട്. മുൻ മന്ത്രിയായിട്ടുള്ള ദിമാർ വിജയഭാസ്കർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഇന്ന് തന്നെ ഇവിടം സന്ദർശിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഹാഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, അതായത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ആളുകൾ, നേരത്തെ 2 പേരാണ് പിടിയിലായിരുന്നത്. അത് ഈ പ്രദേശങ്ങളിൽ ഏകദേശം 200-ലധികം ലിറ്റർ ചാരായമാണ് അതിന്റെ തലേദിവസം, ഈ സംഭവം നടക്കുന്നതിന്റെ തലേദിവസം ഈ കോളനി, ഈ ഒരു മേഖലയിൽ മാത്രം വിറ്റഴിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പോലീസും നൽകുന്ന വിവരങ്ങൾ ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അത് പൂർണ്ണമായും തന്നെ വിറ്റഴിച്ച 2 പേരെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിന്റെ ബാക്കി, അതായത് അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവരെ സഹായിച്ച, അല്ലെങ്കിൽ ഈ വിൽപ്പനക്കാരിൽ ഒരാളായിട്ടുള്ള മറ്റ് ആളുകളെ കൂടിയാണ് ഇപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിൽ നിന്നും, ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം നേരത്തെ തന്നെ CBCIDക്ക് പോലീസ് സർക്കാർ കൈമാറിയിരുന്നു. പക്ഷേ അതപ്പോൾ CBIക്ക് അന്വേഷണം വിടണം എന്നുള്ളതാണ് BJPയുടെ ഒരു ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടവർ കേന്ദ്രത്തെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി, അല്ലെങ്കിൽ രാഷ്ട്രീയ ഈ പ്രതികാര നടപടികൾ കൂടി, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രചാരണ പരിപാടികൾ കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ എടപ്പാടി പളനിസ്വാമി എന്തായാലും ഇവിടെയുണ്ട്, പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് അതായത് ഇപ്പം നിലവിൽ ഓരോ വീടുകളിലും പോയി അദ്ദേഹം അവിടെ എത്തിയ ആളുകളെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ അതിന്റെ ദൃശ്യങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ കരുണാപുരം എന്ന് പറയുന്ന മേഖല ഓരോ വീടുകളിലും മൃതദേഹങ്ങളുള്ള രീതിയിൽ, ആ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. ഇപ്പോൾ ഓരോ മണിക്കൂർ കഴിയുന്തോറും മരണസംഖ്യ കൂടുന്ന ഒരവസ്ഥ. 36 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ആണെങ്കിൽ കൃത്യമായ നടപടികൾ ഇതിലെടുക്കുന്നുണ്ട് എന്നവർ പറയുന്നു. അതായത് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ, അതായത് അവസാന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത്രയധികം ആളുകൾ മരിക്കേണ്ടി വന്നു ഇതിനു വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ 100-ലധികം ആളുകൾ ഇപ്പോഴും ആശുപത്രികളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അത് ഇവിടെ കള്ളാക്കുറിച്ചി ആശുപത്രിയിലും, സേലം, വിഴിപ്പുരം, അതുപോലെ തന്നെ പുതുച്ചേരിയിലുള്ള ജിപ്മർ ആശുപത്രിയിലും സമാനമായ രീതിയിൽ ആളുകളുണ്ട്. ഇതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു. നമ്മളിവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് എന്തായാലും കൂടുതൽ മരണം സംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം പലരുടെയും ഇവർക്ക് തന്നെ അറിയുന്ന പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഓരോ വീടുകൾക്ക് മുമ്പിലും ഇവിടെ മൃതദേഹങ്ങളുണ്ട്. അതാണ് ഏറ്റവും ദാരുണമായ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ കരുണാപുരത്തെ ദാരുണമായ കാഴ്ച എന്ന് പറയുന്നത്. എന്തായാലും നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നുണ്ട്. മാത്രമല്ല കൃത്യമായ അർത്ഥത്തിൽ സർക്കാർ ഇടപെടുന്നു എന്ന് സർക്കാർ അവകാശപ്പെടുന്നു. എന്തായാലും അന്വേഷണം മുൻപോട്ട് പോകുന്നു, കൂടുതൽ അറസ്റ്റുകൾ രേഖപ്പെടുത്തുന്നു. ഈ രീതിയിലാണ് എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ഹാഷ്മി. ഓക്കെ.